നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ജിസ് ജോയ് സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത തലവൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അരുൺ നാരായണനും സിജോ സെബാസ്റ്റ്യനും ചേർന്നാണ്. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ആനന്ദ് തേവർക്കാട്ട്, ശരത് പെരുമ്പാവൂർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സംഭാഷണം എഴുതിയിരിക്കുന്നത് സംവിധായകനായ ജിസ് ജോയ് തന്നെയാണ്. ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫി, സിനോട്ടോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധനാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് ES. ഈ സിനിമയിൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് ജിസ് ജോയ് തന്നെയാണ്. പ്രധാന കഥാപാത്രങ്ങളായ കാർത്തിക്കിനെയും ജയശങ്കറെയും അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ കാർത്തിക്കിനെയും ജയശങ്കറിനെയും അവതരിപ്പിക്കുന്നത് യഥാക്രമം ആസിഫ് അലിയും ബിജു മേനോനുമാണ്. ഈ സിനിമയിൽ മിയ ജോർജ് ഉണ്ട്, അനുശ്രീ ഉണ്ട്. ഈ സിനിമ ആരംഭിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ കഥ നമ്മൾ സൺഡേ ഹോളിഡേയിലൊക്കെ കണ്ടതുപോലെ തന്നെ അന്ന് അവിടെ ശ്രീനിവാസനായിരുന്നു ആ കഥ പറഞ്ഞത് എങ്കിൽ ലാൽ ജോസിനോട് പറയുന്ന കഥയായിട്ടാണ് സൺഡേ ഹോളിഡേയിൽ ജിസ് ജോയ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ആ സിനിമ. ഈ സിനിമയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DYSP ഉദയനാണ്, ഉദയഭാനുവാണ് DYSP ഉദയഭാനു. ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്ന DYSP ഉദയഭാനു ഒരു കഥ പറയുകയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചാനലിലെ ആ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ കഥ പറയുന്നത് ഓരോ എപ്പിസോഡിലും ഓരോ ക്രിമിനൽ കഥകളാണ് പറയുന്നത്. അവിടെ പറയുന്ന കഥയാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. കാർത്തിക്കും SI കാർത്തിക്കും CI ജയശങ്കറും ഒരേ സ്റ്റേഷനിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ രണ്ടു പേർക്കും രണ്ട് സ്വഭാവമാണ്. ചില കാര്യങ്ങളിൽ മാത്രമാണ് അവർ ഒത്തൊരുമിക്കുന്നത്. കാർത്തിക് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, രണ്ടുപേരും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പക്ഷേ ഒരു തൻ പ്രമാണിത്വമുള്ള ഒരാളായിട്ടാണ് ബിജുമേനോൻ അവതരിപ്പിക്കുന്ന ജയശങ്കറിനെ ഈ സിനിമയിൽ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഒത്തൊരുമയില്ലാതെ അയാളെയിട്ട് കാർത്തിക്കിനെ CI അനാവശ്യമായ ഡ്യൂട്ടികളിലൊക്കെ നിർബന്ധിച്ച് അയാൾ രാത്രി പോകാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുത്തിക്കൊണ്ടുള്ള പീഡനങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ ഒരു മനുദാസ് എന്ന് പറയുന്ന ഒരു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നത്. CI ജയശങ്കറാണ് ആ ആളെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നത്. അവിടെ ഈ മനുദാസ് എന്ന് പറയുന്ന ആൾ കാർത്തിക്കിൻ്റെ ഒരു മുൻകാല സുഹൃത്തായിരുന്നു. അങ്ങനെ കാർത്തികിനെ കാണണമെന്ന് പറയുകയും തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുകയും അയാളെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ, അയാൾ തന്നെ ഇടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ താൻ മാറിക്കൊടുക്കുകയും അയാൾ ചെന്ന് വീണ് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അയാൾക്ക് 2 ദിവസത്തിനകം അയാളുടെ വിവാഹമാണ്, മനുദാസിൻ്റെ വിവാഹമാണ്. അതുകൊണ്ട് അയാളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. ഇത് ഇതറിഞ്ഞ CI ജയശങ്കർ അയാളോട് കയറുകയും ഞാനാണ് ഇവിടുത്തെ SHO എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ജോഷി എന്ന ഒരു കുറ്റവാളി, ക്രിമിനൽ, അയാൾ ജയിലിലാണ്. അനുശ്രീ അവതരിപ്പിക്കുന്ന രമ്യ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്
സുനിതയായിട്ടെത്തുന്നത് ബിജു മേനോൻ അവതരിപ്പിക്കുന്ന CI ജയശങ്കറിൻ്റെ ഭാര്യയാണ് മിയ ജോർജ്. മിയ ജോർജാണ് സുനിതയായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിയ ജോർജിൻ്റെ കഥാപാത്രമായ സുനിതയ്ക്ക് വെട്ടേൽക്കുന്നത്. ആളുമാറി വെട്ടിയതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ 2-3 വർഷമെടുത്തു അതിൽ നിന്നും റിക്കവറി നടത്തി. റിക്കവേർഡായി വരുവാനായിട്ട് കുറച്ച് സമയമെടുത്തു, 2-3 വർഷമെടുത്തു. അപ്പോഴേക്കും കഥ മാറി, കാലം മാറി. മനു ദാസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ഇയാളെ ഒന്ന് പീഡിപ്പിച്ച് കളയാം എന്നും പറഞ്ഞ് മാനസികമായിട്ട് തളർത്താൻ വേണ്ടി കാർത്തിക്കിനെ ഒരു വെള്ളമടി സദസ്സിലേക്ക്, ഒരു അമ്പലത്തിലെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ദിലീഷ് പോത്തൻ്റെ ഉദയഭാനു കൊണ്ട് അവർ ഓഫർ ചെയ്തെങ്കിലും ഇയാൾ നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂട്ടിയിലാണ്, മദ്യം കഴിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ പിൻവാങ്ങുന്നു. പക്ഷേ അന്ന് പുലർച്ചെ കാണുന്നത് ഇയാളുടെ വീടിൻ്റെ ടെറസിൽ ഈ രമ്യയെ ആരോ കൊന്ന് ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് കേസായി പുകിലായി അയാൾ അറസ്റ്റിലാകുന്നു. CI ജയശങ്കർ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്യുന്നു. ജയിലിൽ വെച്ച് സാധാരണ പോലെ തന്നെ മറ്റു കുറ്റവാളികളുമായിട്ട് അയാളെ ഏറ്റുമുട്ടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാളെ കാർത്തിക്കിനെ ഈ കുറ്റകൃത്യം തെളിയിക്കാനായിട്ട് രമ്യയുടെ കൊലപാതകവും ജയശങ്കർ ആണോ കുറ്റവാളി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന മന്ത്രി രാഘവൻ വന്ന് ഈ കാർത്തിക്കിനെ ഈ കാര്യം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാർത്തിക്കിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഓരോരോ മരണങ്ങൾ ഉണ്ടാകുന്നു. കാർത്തിക് അന്വേഷിച്ച് പോകുന്ന ആളുകൾ, കാർത്തിക് ചെന്ന് ചേരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ ആയിരുന്നു ആദ്യം കാർത്തിക്കിന് സംശയമുണ്ടാകുന്നത്. ഈ ഓട്ടോയിൽ കയറിയാണ് രമ്യ CI ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് പോയത് എന്ന് അറിഞ്ഞ് ഈ ഓട്ടോറിക്ഷ ആ നമ്പറൊക്കെ ചെക്ക് ചെയ്ത് ചെല്ലുന്ന സമയത്ത് കാണുന്നത് തൻ്റെ തന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ രഘു, കലാഭവൻ കോട്ടയം നസീർ അവതരിപ്പിക്കുന്ന രഘുവിൻ്റെ അടുത്താണ് ചെന്നെത്തുന്നത്. പക്ഷേ അവിടെയും ഒന്നും തെളിയിക്കാൻ സാധിക്കാതെ അയാൾ വീണ്ടും ഈ ഓട്ടോറിക്ഷക്കാരൻ്റെയും അങ്ങനെ അയാൾ ഒരു പോലീസുകാരൻ്റെ ശിവദാസൻ എന്ന് പറയുന്ന പഴയ ഒരു പോലീസുകാരൻ്റെ അടുത്തെത്തുകയും തൻ്റെ മകൻ അവൻ ഗൾഫിലാണ്, അവൻ വിദേശത്താണ് എന്നൊക്കെ പറഞ്ഞാണ്, അവനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ തിരിച്ചയക്കുന്നത്. പക്ഷേ ജയിലിൽ നിന്നും ഇയാൾക്ക് ജാമ്യം കിട്ടുന്നു. CI ജയശങ്കറിന് ജാമ്യം കിട്ടുകയും ജയശങ്കർ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പക്ഷേ ഇവരെ രണ്ടുപേരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന കുറ്റവാളി രമ്യയെ കൊണ്ടുപോയി കൊന്ന ആ സമയത്ത് അവളുടെ കുട്ടിയെയും കൊണ്ടുപോയിരുന്നു. ആ കുട്ടി എവിടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായി, ഒരു ചോദ്യചിഹ്നമായി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ അന്വേഷണം പുരോഗമിച്ച് പോകവേ ആരാണ് രമ്യയെ കൊന്നത്? ജയശങ്കറാണെങ്കിൽ എന്തിനു കൊന്നു? ഇത്തരം കാര്യങ്ങളൊക്കെ ദിലീഷ് പോത്തൻ തൻ്റെ ചാനലിലൂടെ, ദിലീഷ് പോത്തൻ്റെ കഥാപാത്രമായ DYSP ഉദയഭാനു തൻ്റെ ചാനലിലെ പരിപാടിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ പോകുന്നത്. കുറച്ച് പറച്ചിലും കുറച്ച് കാണിക്കലും ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും കൊലപാതകം നടക്കുന്നു. മറ്റുള്ളവരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ഈ ശിവദാസൻ്റെ മകൻ മരിച്ചു, വിദേശത്ത് വെച്ച് മരിച്ചു, ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് വച്ചിരിക്കുന്ന അതൊക്കെ അവരെ അന്വേഷിച്ച് പോവുകയും സൈബർ സെല്ല് വഴി ഒക്കെ അന്വേഷിച്ച് ഒരു ബെന്നി, ഇടുക്കി ജില്ലക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ മറഞ്ഞിരുന്ന് ഇവരെ വഴിതെറ്റിച്ച് വിടുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഏതായാലും ആകാംക്ഷഭരിതമായി തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. അങ്ങനെയാണല്ലോ അത്. കുറ്റാന്വേഷണ സിനിമകളെല്ലാം എപ്പോഴും ആകാംക്ഷഭരിതമായിരിക്കും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ അവസാനം നിമിഷം ഈ ശിവദാസനാണ് ശരിയായ കൾപ്രിറ്റ്. ഈ കൊലകൾക്കൊക്കെ പിന്നിൽ പ്രതികാരമായിരുന്നു അയാളുടെ ലക്ഷ്യം, ജയശങ്കറിനോടുള്ള പ്രതികാരം. ഒരു തവണ കാട്ടിൽ വെച്ച് തൻ്റെ മകനും തൻ്റെ മകൻ്റെ കാമുകിയും കൂട്ടുകാരും ചേർന്ന് ഇരിക്കുന്ന സമയത്ത് പോലീസുകാരൊക്കെ വന്ന് പ്രതിരോധിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനെ ഈ മകൻ്റെ നേതൃത്വത്തിൽ അടിക്കുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട്
CI ജയശങ്കർ അവിടേക്ക് വരികയും അദ്ദേഹം ഈ ചെറുക്കനെ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഞാനല്ല മർദ്ദിക്കേണ്ടത്, മക്കളെ നേരെ വളർത്തുന്ന അച്ഛന്മാരാണ് അടിച്ചു വളർത്തേണ്ടതെന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട്, ഈ ശിവദാസനെ കൊണ്ട് അടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മകനെ ചൂരൽ കൊണ്ട് അടിപ്പിക്കുന്നു. അതിൻ്റെ ആ ഒരു ആഘാതത്തിൽ തൻ്റെ അച്ഛൻ തന്നെ മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത്, ഒക്കെ കുറ്റവാളികളാണ്. മകനും കുറ്റവാളി, മകനും മയക്കുമരുന്നും അതും ഇതും ഒക്കെ കഴിച്ച് കാട്ടിൻ്റെ ഉള്ളിൽ പോലീസുകാരെ മർദ്ദിക്കുന്നു, കെട്ടിയിട്ട് മർദ്ദിക്കുന്നു. മകനും ഒരു കുറ്റവാളി തന്നെ. അങ്ങനെ എന്തുകൊണ്ടാണ് കുറ്റങ്ങൾ ഉണ്ടാകുന്നത്, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത്, കുറ്റവാളികൾ ഉണ്ടാകുന്നത് എന്നുള്ളതൊന്നും ആരും അന്വേഷിച്ചു പോകുന്നില്ല. പകരം ഒരുവനൊരു കുറ്റം ചെയ്തു, അവനൊരു കുറ്റവാളിയായി, അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആലോചനകൾ. നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെ ആലോചന, നമ്മുടെ സമൂഹത്തിൻ്റെ ആലോചന, നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആലോചന അതുമാത്രമാണ്. എങ്ങനെ ഒരുവൻ കുറ്റവാളിയാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യവും അന്വേഷണവും ഒന്നും ഇവിടെ നടക്കുന്നില്ല. പകരം കുറ്റവാളിയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾ കുറ്റകൃത്യം ചെയ്തതാണെന്ന് തെളിയിക്കണം. തെളിയിക്കപ്പെടുന്നവരെ അയാൾ സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആൾ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. മാനസികമായിട്ട് അയാൾ സ്വയം പീഡനത്തിന് ഇരയാകുന്നുണ്ട്. അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പോലീസുകാരൻ്റെ മകൻ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ പ്രതികാരമാണ് ഓരോന്നായിട്ട് സുനിതയെ വെട്ടാനായിട്ട് ജോഷിയെ ഏൽപ്പിച്ചത്. ആളുമാറി വെട്ടിയതല്ല ജോഷി, ആൾ മാറി വെട്ടിയതല്ല. പക്ഷെ ജോഷി ഇങ്ങനെ പണം ചോദിച്ചുകൊണ്ടിരുന്നു ഈ പോലീസുകാരനോട്, ശിവദാസൻ എന്ന ഈ പോലീസുകാരനോട്. അമിതമായി കഴിഞ്ഞപ്പോൾ എന്നാൽ അവനെയും വകവരുത്തിയേക്കാം, അവൻ്റെ കുടുംബത്തെയും വകവരുത്തിയേക്കാം എന്ന് പറഞ്ഞ് ആണ് രമ്യയെ കൊന്ന് ക്രെയിനിൽ മുകളിലേക്ക്, ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന്, ജയശങ്കറിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കുന്നു. നല്ല ഫൈറ്റുണ്ട് ഈ സിനിമയിൽ. നല്ല രീതിയിലാണ് ഈ സിനിമ കുറച്ച് അവസാനിക്കുന്നതിന് മുമ്പ് വരെ പോയത്. പക്ഷേ അവസാനം എന്തിനാണ് ദിലീഷ് പോത്തൻ്റെ കഥാപാത്രമായ ഉദയഭാനു ആത്മഹത്യ ചെയ്യുകയോ ആരോ കൊല്ലുകയോ, ആരെങ്കിലും കൊന്നതാണെങ്കിൽ ആരാണ് കൊന്നത് എന്നുള്ള കാര്യം അവിടെ ഒരു സൂചന പോലും നൽകുന്നില്ല. ഇവരൊക്കെ ജയിലിലാണല്ലോ. ശിവദാസനൊക്കെ ജയിലിലാണ്. ശിവദാസനൊരു കൂട്ടാളിയുണ്ട്, അയാളും ജയിലിലാണ്. അയാളെയും അറസ്റ്റ് ചെയ്ത് കാണണം. അതൊന്നും കാണിക്കുന്നില്ല. എങ്കിലും അയാൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എന്തിന് ആത്മഹത്യ ചെയ്തു? ഈ ഉദയഭാനു ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് തിരക്കഥാകൃത്തും സംവിധായകനും നമ്മളോട് പറയുന്നത് എങ്കിൽ അയാൾ എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം പറയുന്നില്ല. ഇവിടെ ടർബോയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടു, അവസാനം ദിലീഷ് പോത്തൻ്റെ ആൻഡ്രൂസിൻ്റെ തല വെട്ടി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ശബ്ദം പറയുന്ന ശബ്ദമാരാ? വെട്രിവേൽ സുബ്രഹ്മണ്യം സുന്ദരത്തിൻ്റെ ശബ്ദം തന്നെയാണ്. അപ്പോൾ അയാൾ മരിച്ചില്ല, അയാളെ കൊന്നു. അയാളുടെ മമ്മൂട്ടിയുടെ കഥാപാത്രമായ ജോസും മറ്റേ കഥാപാത്രം, ആ ലേഡി കഥാപാത്രവും ചേർന്ന് കൊന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്തരം അബദ്ധങ്ങളൊക്കെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഒരു സിനിമ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയുന്നിടത്താണ് ചലച്ചിത്രകാരനാവുന്നത്. അതിൻ്റെ നടുക്കുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, എങ്ങനെ ആരംഭിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം, അതാണ് ഒരു ചലച്ചിത്രകാരൻ വേണ്ടവതും ആലോചിക്കുന്നത്. നമ്മൾ സൺഡേ ഹോളിഡേയിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇത് ബാറിലെ അല്ലെങ്കിൽ ആ ക്ലബിലെ പാട്ടുകളും ജിസ് ജോയി തന്നെ എഴുതിയ പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ കാണാൻ കൊള്ളാവുന്നു. അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. ആദ്യം അധ്യാന്തം അതും വളരെ നമ്മളെ ആസ്വദിപ്പിച്ച ഒരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ആ സൺഡേ ഹോളിഡേയുടെ സംവിധായകൻ്റെ കയ്യിൽ നിന്നും തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്നും ഇത്തരം അബദ്ധങ്ങൾ വന്നുകൂടാത്തതാണ്. എന്നിരുന്നാൽ തന്നെയും ഈ സിനിമ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.